നല്ലൊരു ചോദ്യമാണ്. Example 5. Match each of the set on the left described in roster form with the same set on the right described in the set builder form. So what's the question? Match the following ആണ് basically the question. Match the following. ഇനി what about the right side? The right side consists of the some sets in set builder. വലതുവശത്ത് കുറച്ച് സെറ്റുകളുടെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡില് അതിലത്തെ കുറച്ച് സെറ്റുകളുടെ റോസ്റ്റർ ഫോം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് മാച്ച് ചെയ്താൽ മതി. ഞാൻ നമ്മളുടെ ലെഫ്റ്റ് സൈഡ് വായിക്കാവേ. ഫസ്റ്റ് വൺ റൈറ്റ് സൈഡ് വായിക്കാം. ഫസ്റ്റ് വൺ, set of all x such that x is a positive integer. Positive integer means 1, 2, 3, etc. It is divisor of 18. 18 divisors. 18 divisors എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 നമ്മൾ ഏതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഏതൊക്കെ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 18 കിട്ടും. ഏതൊക്കെ ഉണ്ടാവും? 1 into 18 18 ആണ്. സോ 1 18 18ന്റെ ഫാക്ടറാണ്. 1ഉം ഫാക്ടറാണ്, 18 ഫാക്ടറാണ്. 2 into 9 നമുക്ക് 18 കിട്ടും. അപ്പൊ 2 ഫാക്ടറാണ്, 9 ഫാക്ടറാണ്. 3 into 6 നമുക്ക് 18 കിട്ടും. അപ്പൊ 3 ഫാക്ടറാണ്, അതുപോലെ 6ഉം ഫാക്ടറാണ്. അപ്പൊ നമ്മുടെ സെറ്റിൽ ഏതൊക്കെ വരും? 1 18 2 9 3 6. അങ്ങനെ ഒരു സെറ്റ് ഉണ്ടോ അതില്? അങ്ങനെ ഒരു സെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഏതൊക്കെ നമ്പറാ പറഞ്ഞേ? 1 18 2 6 3 9. അങ്ങനെ ഒരു സെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 1 2 3. നമുക്ക് സെറ്റിന്റെ ഉള്ളിൽ ഓർഡർ ഒരു പ്രശ്നമല്ല. സെറ്റിന്റെ ഉള്ളിൽ ഓർഡർ ഒരു പ്രശ്നമല്ല. ഓർഡർ ഏത് രീതിയിൽ വേണമെങ്കിലും 1 ആദ്യം വരണമെന്നോ 2 വരണോ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ 18 6 9 അങ്ങനെ ഓർഡർ ഒക്കെ മാറ്റി എഴുതാം. സെറ്റുകളുടെ ഉള്ളിൽ ഓർഡർ സെയിം ആവണമെന്നില്ല. അപ്പൊ ഫസ്റ്റ് എ എങ്ങോട്ട് മാച്ച് ചെയ്യണം? 3ലേക്ക് മാച്ച് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് ആദ്യം മാച്ച് ചെയ്യാം. അറിയാത്തത് ലാസ്റ്റ് ചെയ്താൽ മതി. പിന്നെ അതിൽ എളുപ്പമായിട്ടുള്ളത് ഡി, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിലെ ലെറ്റർ, ആ ഒരു വേർഡിലെ ലെറ്റേഴ്സ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? കോമ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. പി കോമ ആർ ഐ എൻ സി. പിന്നെ വീണ്ടും അത് എഴുതേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം ഐ എഴുതി. പി എ എൽ. ഇത് സെയിം ഓർഡറിലൊന്നും എഴുതണമെന്നില്ല കേട്ടോ. കോമ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും എഴുതിയാൽ മതി. അങ്ങനെ ഒരു സെറ്റ് അവിടെ കാണാവോ? അങ്ങനെ ഒരു സെറ്റ് കിട്ടുന്നുണ്ടോ? ലെറ്റേഴ്സ്, പ്രിൻസിപ്പളിലെ ലെറ്റേഴ്സ് ആയിട്ടുള്ള സെറ്റ് ഏതാ? 1 2 3 4 ഏത് സെറ്റാ? 1. വെരി ഗുഡ്. അടുത്ത ബി വായിക്കാം. ബി, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഇന്റിജർ. എക്സ് ഇന്റിജർ ആണ്. ആൻഡ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് വരും, 0 വരും, പോസിറ്റീവ് വരും. എക്സ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0 അതെങ്ങനെയാ നമ്മൾ ചെയ്യുക? എക്സ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരണം? എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഈ മൈനസ് 9 ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോ മൈനസ് എന്നുള്ളത് എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. എക്സ് സ്ക്വയർ 9. ഏത് നമ്പറിന്റെ സ്ക്വയർ 9? വെരി ഗുഡ്, 3. 3യുടെ മാത്രമല്ലല്ലോ, ഇന്റിജർ എന്നാ പറഞ്ഞേ. ഇന്റിജർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. അപ്പം പ്ലസ് 3യുടെ സ്ക്വയർ 9. അതുപോലെ മൈനസ് 3യുടെ സ്ക്വയർ 9 തന്നെയല്ലേ? അതെ കേട്ടോ. മൈനസ് 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -3 ഇൻറ്റു -3. മൈനസും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിപ്പോ. 3 ഇൻറ്റു ചെയ്ത് 9. അപ്പൊ ഒരു നമ്പർ -3യുടെയും അതുപോലെ 3യുടെയും സ്ക്വയർ 9 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എക്സിന്റെ വില എന്തൊക്കെയാ? എക്സിന്റെ വാല്യൂ 3യും വരും, അതുപോലെ -3യും വരും. ഇവിടെ ഇന്റിജർ എന്ന് പറഞ്ഞ കാരണം, സെഡ് എന്ന് പറഞ്ഞ കാരണം, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ +3 മാത്രമേ വരുവുള്ളായിരുന്നു കേട്ടോ. ഓക്കെ ആണോ? 1 2 3 4 ഏതാണ് മാച്ച് ചെയ്യേണ്ടത്? 4. വെരി ഗുഡ്. അപ്പൊ പിന്നെ ലാസ്റ്റ് വേണം നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. എങ്കിലും പറയാണ്, സി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഇന്റിജർ ആൻഡ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1 ആവുമ്പം എക്സ് ഈക്വൽ ടു ഈ +1
ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോ -1 ആവും. ദാറ്റ് ഈസ് 1 - 1 0. എക്സിന്റെ വില എന്താണ്? 0. ഓക്കെ, അങ്ങനത്തെ ഒരെണ്ണം കണ്ടുപിടിക്കുന്നുണ്ടോ ഇതിനകത്ത്? എക്സ് ഈക്വൽ ടു 0, 2. വെരി ഗുഡ്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ എക്സാമ്പിൾസ്. ഇനി നമ്മളുടെ എക്സസൈസ് ആണ്. ഇതിലെ കോമൺ ആയിട്ടുള്ള ചിലതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് തരും ക്ലാസ്സിൽ. ബാക്കിയുള്ളത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. കാരണം മാത്സ് എപ്പോഴും നമ്മളുടെ ബ്രെയിനിന്റെ തിങ്കിങ് കപ്പാസിറ്റി അനുസരിച്ചിരിക്കുക. അതുകൊണ്ടാണ് എഴുതി പഠിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ആവുന്നില്ല. കാരണം എഴുതി പഠിക്കലൊക്കെ നമുക്ക് അറിയാം. വെറുതെ കുറെ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല. പേനയും പേപ്പറും കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തിങ്ക് ചെയ്യാം. ഇനിയിപ്പോ മാത്സ് എഴുതി പഠിക്കല്ല വേണ്ട, നമ്മൾ ചിന്തിച്ചെടുക്കുക. നമ്മൾ ഓരോ രീതിയും കണക്കുകൾ എങ്ങനെ ഒരു ചോദ്യം വന്നാല് ആ ചോദ്യത്തിന് നമ്മൾ എങ്ങനെയാണ് അതിന്റെ ആൻസർ, ഏത് രീതിയിൽ, ആദ്യം എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അല്ലാണ്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വേറെ വഴികളില്ല. സോ നിങ്ങൾ അത് ആ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ടീച്ചർ പറഞ്ഞ് ആൻസർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ടീച്ചറിന്റെ ചിന്താശക്തി കൂടുള്ളൂ. അപ്പം ഞാൻ കുറച്ചൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ചിന്തിച്ചത് എങ്ങനെ കിട്ടും എന്ന് ആലോചിച്ച് ചെയ്യാം. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം അടുത്ത ക്ലാസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. പിന്നെ ഈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് അവിടെ നിർത്തരുത്. ബേസിക്കലി നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മൈൻഡ് സെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ഒരു കണക്ക് വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം ആൻസർ ഇല്ലാത്ത ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. സോ അവിടെ ഒരു ആൻസർ ഉണ്ട്. സോ ആ ആൻസർ കിട്ടുന്നത് വരെ നമ്മൾ ചെയ്യാം. നമ്മൾ വിചാരിക്കും നമ്മളത് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ തോക്കുക ചെയ്യുന്നത്. സോ അത് ഏത് വിധേനയും കണ്ടെത്താൻ ഇപ്പോഴത്തെ കാലത്ത് വളരെ സുഖമാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും ഫോണിൽ നോക്കാം, ഗൂഗിൾ സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കാം, അറിയാവുന്ന കുട്ടികളുണ്ടാവും. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കാരണം എന്താ, ഇത് വേറൊന്നിനും അല്ല, എന്താ പറയാ, വീട്ടുകാരെ കാണിക്കാനല്ല, ഒന്നിനല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ തിങ്കിങ് കപ്പാസിറ്റി കൂട്ടണം. സോ അതിനു വേണ്ടി മാത്സ് മാർക്കിന് വേണ്ടി മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം എപ്പോഴും തിങ്കിങ് കപ്പാസിറ്റി കൂടണമെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് അറിയാമായിരിക്കണം. സോ അപ്പൊ അത് നിങ്ങൾ ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നവരെ നിങ്ങൾ ട്രൈ ചെയ്യുക. പല മെത്തേഡ്സിൽ കൂടെ ട്രൈ ചെയ്താൽ സൊല്യൂഷൻ കിട്ടുന്നത് വരെ നിങ്ങൾ നോക്കുക. പിന്നെ നമ്മുടെ ഈ ടെക്സ്റ്റിന്റെ പുറകില് ഇതിന്റെയൊക്കെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാ, നിങ്ങൾക്ക് റെഫറൻസ് ചെയ്യാനായിട്ട്. നിങ്ങൾ ചെയ്ത് ആൻസർ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൊല്യൂഷൻ എടുത്ത് നോക്കാം, ചെയ്ത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാം. സ്റ്റെപ്സ് ഒന്നും അവിടെ ഇല്ല, ഫൈനൽ ആൻസർ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് മാക്സിമം ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്താൻ നോക്കുക. അപ്പോഴാണ് അവിടെ സക്സസ് ഉണ്ടാവുള്ളൂ. അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കളക്ഷൻ ഓഫ് ഓൾ ദ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്? ഞാൻ ആദ്യം പറഞ്ഞു സെറ്റ് ആണോ അല്ലയോ എന്ന് നോക്കുന്നത് എങ്ങനെയാ, നമ്മൾ അതിന്റെ ആൻസർ ചിന്തിച്ചു നോക്കുക. ആ ആൻസർ ആരോട് ചോദിച്ചാലും സെയിം ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ നമുക്കത് സെറ്റ് ആയിരിക്കും. അപ്പൊ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ, ഒരു വർഷത്തിലെ ഏതൊക്കെ മാസങ്ങളാണ് ജെ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് തുടങ്ങുന്നത്? ഏതൊക്കെ മാസങ്ങളാ പറയൂ, ഏതൊക്കെ മാസങ്ങളാ സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ ജെ വെച്ചിട്ട്? ഓക്കെ, സോ അത് എന്തായിരിക്കും? അത് ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും ഈ ഒരു ആൻസറിൽ കിട്ടുള്ളൂ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ആരോട് ചോദിച്ചാലും. അപ്പൊ അത് സെറ്റ് ആണോ അല്ലയോ? വെരി ഗുഡ്, എടുക്കാൻ സെറ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ 10 ടാലന്റഡ് റൈറ്റേഴ്സ്. ഇതിന്റെ ആൻസർ ഞാൻ എഴുതിയ എനിക്കറിയാവുന്ന 10 ടാലന്റഡ് റൈറ്റേഴ്സിന്റെ പേര് എഴുതും. ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എഴുതും. സോ അതൊരു സെറ്റ് ആണോ അല്ലയോ? 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. 10 ടാലന്റഡ് റൈറ്റേഴ്സ് ഇന്ത്യയിലെ, അവരുടെ പേരുകൾ എഴുതി കഴിഞ്ഞാൽ എല്ലാവരുടെ ആൻസർ ഒരുപോലെ ഇരിക്കുമോ? ഇല്ല. സെറ്റ് ആണോ അല്ലയോ? സെറ്റ് അല്ല കേട്ടോ. അതുപോലെ എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻസ് ഓഫ് ദ വേൾഡ്. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻസ് ഓഫ് ദ വേൾഡ്. ഇതിപ്പോ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം പ്രിഫറൻസ് വേറെ ആയിരിക്കുമല്ലോ. ഒരാൾ പറയുന്ന ഒരു ബെസ്റ്റ് ക്രിക്കറ്റർ, ഇപ്പൊ ധോണി ഈസ് എ ബെസ്റ്റ് ക്രിക്കറ്റർ എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒപ്പോസ് ചെയ്യുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അപ്പൊ ആ ഒരു സെറ്റ്, ആ ടീം ഓഫ്
11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻസ് ഓഫ് ദ വേൾഡ് സെറ്റ് ആവോ? ഇല്ല. വെരി ഗുഡ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ളത് എങ്ങനെ ചിന്തിക്കേണ്ടത് മനസ്സിലായല്ലോ. ബാക്കിയുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കാം, സെറ്റ് ആവോ ഇല്ലയോ എന്ന് ചിന്തിച്ച് നമ്മുടെ ബാക്കിൽ ആൻസർ ഉണ്ട് ചെക്ക് ചെയ്യുക. നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതേ ഉള്ളൂ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. ഇൻസെർട്ട് അപ്രോപ്രിയേറ്റ് സിമ്പൽ. ആ സിമ്പൽ വായിക്കുന്ന എലമെന്റ് അല്ലെങ്കിൽ ബിലോങ്സ് എന്നാണ്. ബിലോങ്സ് ഓർ നോട്ട് ബിലോങ്സ് ഇൻ ദ ബ്ലാങ്ക് സ്പേസ്. ഇത്രയുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് കയ്യിലൊരു സെറ്റ് തന്നു 1 മുതൽ 6 വരെ. ഈ 5 എന്ന് പറയുന്ന നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടോ? 5 ഉണ്ടോ? എയിൽ 5 ഉണ്ടോ? 5 ഉണ്ട്. ഉണ്ടെങ്കിൽ ഈ സിമ്പൽ ഇടുക. ഉണ്ട്. 8 ഉണ്ടോ? 8 ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ഇടുക. ഇത് വായിക്കുന്നത് 5 belongs to A, 8 not belongs to A. അങ്ങനെ വായിക്കാം. അല്ലെങ്കിൽ 5 element of A, 8 not element of A എന്ന് വായിക്കാം. ഇതുപോലെ ഇൻസേർട്ട് ചെയ്തൂടെ സിമ്പലുകൾ? 0 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്, 10 ഉണ്ട്. തനിയെ ചെയ്തോളൂ. വെരി ഗുഡ്. 0 നോട്ട് എലമെന്റ് ഓഫ് എ. യെസ്, ഗുഡ്. 4 element of A. Yes, 2 element of A. Very good. 10 not element of A. സോ ഇത്രയ്ക്ക് എളുപ്പമാണ്. നമ്മൾ ഓരോ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. അടുത്തത് തേർഡ് വൺ. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്, നമ്മൾ റോസ്റ്റർ ഫോം എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡിജർ. ഇൻഡിജർ ആണ്. നെഗറ്റീവ്സ് ഉണ്ട്, 0 ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. എന്നിട്ടോ എവിടെ തൊട്ടാ വരുള്ളൂ? -3 ഈക്വൽ എക്സ്. -3 ഉണ്ട്. പിന്നെയോ 7 ഇല്ല. 7-നേക്കാളും ചെറിയ നമ്പർ. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. അപ്പൊ ഏതൊക്കെയാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7 ആയിട്ടുള്ള ഇൻഡിജേഴ്സ് നമ്മൾ എങ്ങനെ എഴുതാ? -3 ഈക്വൽ ആയതുകൊണ്ട് -3 ഉണ്ട്. പിന്നെയോ -2 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 4 5 6. -3ന്റെയും 7ന്റെ ഇടയിൽ നിന്നാണ് നമ്മളോട് പറഞ്ഞത്. നമ്മളത് എങ്ങനെയാ നോക്കുക? നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കണം. -3യുടെയോ 7ന്റെ ഇടയിൽ -3 ഉണ്ട്. പിന്നെ ഇത് ഏതൊക്കെയായിരിക്കും? -2 -1 0 1 2 അങ്ങനെ 6 വരെ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ബി. ഇതിന്റെ ആൻസർ നിങ്ങൾ പറയണം. ബി. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ഓക്കെ, ആൻസർ പറഞ്ഞേ. വിച്ച് ആർ ദ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6? ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6? 1 2 3 4 5. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതുപോലെ ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. പിന്നെ അതിലത്തെ 5ാമത്തെ ചോദ്യം ഈ സെറ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗ്നോമെട്രി. അപ്പൊ അതിൽ ഏതൊക്കെ വരും? T, R, I, G, O, N, M, E, then Y. നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുക ഈ സെറ്റ്. അങ്ങനെയാണെങ്കിൽ എഫ് സെറ്റ് എന്ന് പറയും. എഫ് സെറ്റ്. സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. ബെറ്ററിലെ വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ ആ സെറ്റിൽ ഏതൊക്കെ ഉണ്ടാവും? ബെറ്റർലെസ് വേർഡ്സ് ഏതൊക്കെയാണ് ലെറ്റേഴ്സ് വരിക? ബെറ്ററിലെ ലെറ്റേഴ്സ് ഏതൊക്കെയാ? B, E, R. വെരി ഗുഡ്. അപ്പൊ അതിന്റെ ഇടയിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് ചെയ്യാം. ദെൻ 4ാമത്തെ ചോദ്യം.
നാലാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം. 3, 6, 9, 12. 3, 6, 9, 12. എന്താ അവരുടെ പെക്യുലാരിറ്റി? 3, 6, 9, 12 ഒക്കെ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. മൾട്ടിപ്പിൾസ് ഓഫ് 2 നമ്മൾ എങ്ങനെ എഴുതിയ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n എന്ന് എഴുതി. ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 3 വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 3 മുതൽ 3, 6, 9, 12 അല്ലേ? നമ്മൾ ഇത് ആൻസർ എങ്ങനെ എഴുതാം? സെറ്റ് ബിൽഡർ ഫോമില് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3n. n എലിമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ. n എവിടെ മുതലാ? 3 into 1, 3 into 2, 3 into 3, 3 into 4. 1 മുതൽ 4 വരെ. മനസ്സിലായോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? വെരി ഗുഡ്. അപ്പൊ ഇതുപോലെയാണ്. അതുപോലെ തേർഡ് ചോദ്യം, തേർഡ് സബ് ക്വസ്റ്റ്യൻ. 5, 25, 125, 625. നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പേഴ്സാണ്. 5 പരിചയമുള്ളവരുണ്ടാവാം. ബേസിക്കലി നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. 5, 25, 125, 625. ഇതിൽ 5 25 നിങ്ങൾക്ക് കിട്ടും. ഇതെങ്ങനെയാന്ന് വെച്ചാല് 5 raised to 1, 5. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഏത് രീതിയിൽ ഉണ്ടാവുക? എക്സ് ഈക്വൽ ടു 5 raised to n. n എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ. n എവിടെ മുതലുള്ളത്? 1 മുതൽ 5, 5 സ്ക്വയർ 25, 5 ക്യൂബ് വന്നിട്ടുണ്ട്, 5 raised to 4 വന്നിട്ടുണ്ട് അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. പെക്യുലാരിറ്റി കണ്ടുപിടിച്ചിട്ട് എഴുതാം. നോക്കിക്ക് അഞ്ചാമത്തെ ചോദ്യം കണ്ടോ? 1, 4, 9 ബാക്കി 100 വരെ. അപ്പൊ എന്താ അത്? 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ, 10ന്റെ സ്ക്വയർ വരെ തന്നിട്ടുണ്ട്. നമുക്ക് എഴുതാം സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് ഈസ് എ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 11 എന്ന് എഴുതാം. അല്ലെങ്കിൽ n സ്ക്വയർ n എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ n 1 മുതൽ 10 വരെ എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? പിന്നെ അഞ്ചാമത്തെ ചോദ്യം നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ അതിന്റെ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ മതി. ഫസ്റ്റ് വൺ, സെറ്റ് ഓഫ് ഓൾ എ സെറ്റ് പറയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പർ 1, 3, 5, 7. പിന്നെ നിങ്ങൾ എക്സെട്ര ഇട്ടേക്കുക. കാരണം അവിടെ വാല്യൂ എവിടെയാണ് തീരുന്നത് തന്നിട്ടില്ല. എക്സെട്ര ഇട്ടാൽ മതി. പിന്നെ രണ്ടെണ്ണം ഇടയിലുള്ള നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്തുക. പിന്നെ ഡി പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ദ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. ലോയലിലുള്ള വേർഡ്സ് LOYA അതാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ ഈ സെറ്റ് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മന്ത് ഓഫ് എ ഇയർ നോട്ട് ഹാവിംഗ് 31 days. 31 days ഇല്ലാത്ത മന്തുകൾ, ഫെബ്രുവരി ഇൻക്ലൂഡ് ആവും, 31 ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ബാക്കിയുള്ള മന്തുകൾ 31 ഇല്ലാത്ത 30 ഉള്ള മന്തുകൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ആൻസർ ആയി. അപ്പൊ ഇതുപോലെ അതിന്റെ ബാക്കി ആൻസറുകൾ നമ്മൾ പറയാതെ നിങ്ങൾ തന്നെ കണ്ടെത്തണം. പിന്നെ 6th ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മൾ നേരത്തെ ഒരു ചെയ്തില്ലേ, അതുപോലെ കണ്ടെത്താനുള്ള മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരുന്നില്ല, നമ്മൾ നേരത്തെ ഒരു എക്സസൈസ് ചെയ്താണ്. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് കൂടെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്, എന്നിട്ട് നമുക്ക് നിർത്താം. അതാണ് എം ഡി സെറ്റ്. എം ഡി സെറ്റ് എന്ന് പറഞ്ഞാൽ എം ഡി മീൻസ് 0 അല്ലെങ്കിൽ ഒന്നുമില്ല അല്ലെ. എം ഡി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതിന്റെ ആൻസർ അതുപോലെ തന്നെ. എം ഡി സെറ്റ്, സെറ്റ് ഹാവിംഗ് നോ എലമെന്റ്സ്. സെറ്റ് ഹാവിംഗ് നോ എലമെന്റ്സ് റെപ്രസെന്റഡ് ബൈ 5. ഇത് 5 എന്ന് പറഞ്ഞാൽ എം ഡി സെറ്റ്. 5 അല്ല, വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ ഈ സെറ്റിന്റെ ഉള്ളിൽ ഒന്നുമില്ല, സോ ആ സെറ്റിന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നർത്ഥം. അതും 5 ആണ്. എം ഡി സെറ്റ് എന്ന് പറഞ്ഞാല് നോ എലമെന്റ്സ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്.
നിങ്ങളോട് എം ടി സെറ്റ് എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. സെറ്റ് ഓഫ് ബോയ്സ് സ്റ്റുഡൻസ് ഇൻ എ ഗേൾസ് സ്കൂൾ. ഒരു ഗേൾസ് സ്കൂളില് ബോയ്സ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കില്ല, 5 ആയിരിക്കും. അതുപോലെ തിരിച്ച് സെറ്റ് ഓഫ് ഗേൾസ് ഇൻ എ ബോയ്സ് സ്കൂളും നിങ്ങൾക്ക് ഇതുപോലെ പറയാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എൻ ഡി സെറ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. റൈറ്റ് എക്സാമ്പിൾ ഫോർ എൻ ഡി സെറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോ എഴുതുക. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് ചെയ്തു. എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക, എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുക, അതൊക്കെ നമ്മൾ നോക്കി. ഇത്രയാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. സംശയമൊന്നും ഇല്ലല്ലോ? ഓക്കെ.